ഗൈസ് നമ്മളിന്ന് മെറ്റൽ ഗെയിമിനകത്ത് ചാപ്റ്റർ 2 ആണ് കളിക്കുന്നത്. ചാപ്റ്റർ 2ൻ്റെ പേര് ഇമിലിയനാണ്. നമ്മൾ ഇമിലി പറഞ്ഞ ക്യാരക്ടറായിട്ടാണ് ഈ ഗെയിം കളിക്കാൻ പോകുന്നത്. നമുക്ക് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് അപ്പം ഇതും മറ്റേ അലൻ എന്ന് പറഞ്ഞ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. ബേസിക്കലി ഇതിനകത്ത് 2 എസ്കേപ്പ് വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ രണ്ടാമത്തെ എസ്കേപ്പും നമ്മൾ കാണിക്കും. അപ്പം ഈ ഗെയിം കളിക്കുമ്പോൾ ഇച്ചിരി ടഫായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് ഭാഗമെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഒന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവൻ കുറച്ച് ഐഡിയാസ് എല്ലാം പറഞ്ഞു തന്നു ഇതിനെക്കുറിച്ച്. പിന്നെ പറഞ്ഞത് ഒറ്റക്ക് കളിക്കുമ്പോൾ അതിൻ്റെ ഒരു രസമുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ച ഒറ്റക്ക് തന്നെ കളിക്കാം. അതുകൊണ്ട് ഞാനോടെയും ചോദിക്കാനില്ല. ഗൈസ് ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഡ്രോയറിനകത്തെല്ലാം കാണാം. ഹാൻഡിൽ. അപ്പോൾ ഗൈസ് നമുക്ക് ഹാൻഡിൽ വെച്ചിട്ട് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. ഒരു ബോക്സ് ഉണ്ട്. ഇല്ല, ബോക്സ് ലോക്ക്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലോക്ക് പിക്ക് ഇതല്ലേ ഗേറ്റ് തുറക്കാം. നമ്മൾ സൈക്കോ കേജ് തുറക്കാം. ഗൈസ് ഇത് വെച്ചൊന്നും തുറക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ബോക്സ് തുറക്കാൻ പറ്റുമോ? ബോക്സ് തുറക്കാം. ഇതിനകത്ത് നമുക്കൊരു ഇത് വെച്ചാൽ നമുക്ക് എന്നാൽ തുറക്കാൻ കഴിയാവുന്ന തുറക്കുന്നില്ല. ഇത് വെച്ചായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ബേസിക്കലി കേജ് തുറക്കണ്ടേ? നമുക്കറിയില്ല ഗൈസ്. ഇതിനകത്ത് കുറേ ട്രാപ്സ് ഉണ്ടാവും. അത് ആ ട്രാപ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് പോയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ലോക്ക് ഡോർ. അപ്പോൾ ആ സ്വിച്ച് ലൈറ്റിൻ്റെ ആണല്ലേ? ഈ ലൈറ്റ് ഓൺ ഓഫ്. അത് നല്ല രസമുണ്ട്. റിയലിസ്റ്റിക് പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. ഡോർ. സാധനത്തിൻ്റെ സൗണ്ട് അറിയാണ്ട് തെക്കിപ്പോയത്. എല്ലാം നോർമലാക്കി ഓടി പേജിൽ കയറാം. അറിയാണ്ട് തൊട്ടവരെ തുറന്നു. സ്ലോട്ട് മാറ്റി നേരെ തുറന്നു പോകും. കേജ് നമുക്ക് പണി തരാൻ സ്ഥലത്തുണ്ട്. കാണുന്നുണ്ട് ആ ഡോറിനകത്തൊരു നമ്പർ 076. ചിലപ്പോൾ അതായിരിക്കും പാസ്വേഡ്. മറ്റേതും 3 അല്ലേ പാസ്വേഡ് കണ്ടേ? അപ്പം ഇതും പാസ്വേഡ് 076 തന്നെ ആയിരിക്കും. നമ്മളെ കൊന്നു വയസ്സ്. എപ്പോഴും നമുക്ക് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. സീക്രട്ട് എൻഡിങ്. നമ്മൾ ചാപ്റ്റർ 3 ഒരു സീക്രട്ട് എൻഡിങ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കളി ഏകദേശം മനസ്സിലായില്ലേ? സ്പീഡിൽ നമുക്ക് തുടങ്ങാം. ഗൈസ് ഈ ഡ്രോയറിനകത്തൊന്നുമില്ല. കമ്പിപ്പാര എന്നത് കമ്പിപ്പാരല്ലേ എന്നത്? ബീക്കും നമുക്ക് പോയേക്കാം. പാസ്വേഡ് ഓർമ്മയുണ്ട്. 067 എന്തല്ലേ? 067. അതല്ല, 076. 076. 076. 76. അപ്പോൾ ബേസിക്കലി നമുക്ക് ചിലപ്പോൾ കമ്പിപ്പാരി ആയിരിക്കണം അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് കമ്പിപ്പാരില്ല എന്നാ പറയണ്ട്. നമുക്കങ്ങനെ പറയാം, കമ്പിപ്പാര. ഫ്രിഡ്ജിനകത്ത് കുറേ ഐസ്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഐസ് ഒന്നുമില്ല. കയറിട്ട് കെട്ടി വെച്ചേക്കുന്ന ഈ ബോക്സ് ഉണ്ടാ? ഈ ബോക്സാണ് നമുക്ക് മറ്റേ നമ്മൾ അലൻ്റെ ഇതിനകത്ത് നമുക്ക് അയാൾ ഈ ലിവർ മേടിച്ച് കൊണ്ട് തരുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് ഒരു ലിവർ കൊണ്ട് വെക്കണം. ലിവർ അപ്പുറത്തെ സൈഡിലുണ്ടാവുക. ബട്ട് അതെവിടെയാണ് നമ്മൾ കണ്ടുപിടിച്ച് നോക്കണം. ഫ്രിഡ്ജ് ഐസ് താഴോട്ടൊന്നുമില്ല.
my foot. ഞാൻ തുടക്കത്തിൽ ട്രാപ്പിൻ്റെ കാര്യം പറ്റി ആ കാര്യം മറന്നും പോയി. എല്ലാം പഴയ പോലെ ആക്കിക്കോ. I need to get back to the cell. അത് വേറെ ഇപ്രാവശ്യം I hope he കൊല്ലാതെ won't വിട്ടാൽ suspect മതി. a thing. പക്ഷെ ദൂരെയൊക്കെ ഇനി അറിയാണ്ട് കൈ തൊട്ടങ്ങാണ് തുറന്നു പോയാൽ കഴിയും. അയാളുടെ ഡയലോഗ് തുടക്കമൊക്കെ സെയിം അല്ലേ, ലാസ്റ്റ് എൻഡിങ്ങോട്ട് കിടക്കുമ്പോൾ ഡയലോഗ് മാറുന്നുണ്ട്. നമുക്ക് ഈ സൈക്കോൻ്റെ സ്കിന്നൊക്കെ മാറ്റാൻ കഴിയും കേട്ടോ. ഞാൻ അലൻ്റെ ലെവൽ തന്നെ ഒന്നും കൂടി കളിച്ച് നോക്കിയായിരുന്നു, അപ്പം അയാളെ സ്കിന്ന് മാറ്റിയായിരുന്നു. പിന്നെ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട അവനെ പിന്നെ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇതന്നെ ഇട്ട് സ്കിന്നിനാളെ. നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിയിലെ ഡ്രോയിനകത്ത് വല്ലതും നോക്കാം. ഓ അങ്ങനെ, അപ്പം നമുക്ക് ആ സാധനം ഐസ് കുത്തി പൊളിക്കാനായിരുന്നു. ഇപ്പം അറിയാണ്ട് തൊട്ടപ്പോൾ അതിന് കിട്ടിയത് നെയ്യ. അങ്ങനെ അലിക്കും എറിഞ്ഞു പൊളിക്കാൻ കഴിയാ ഇല്ല. ഓവൻ വർക്കിങ്ങാ എഴുതി വന്നായിരുന്നല്ലോ എന്നാൽ എന്തെങ്കിലും സാധനം എന്തെങ്കിലും നമ്മൾ അതിനകത്ത് വെച്ചിട്ട് സ്വിച്ച് വെക്കണം, ഡോർ ക്ലോസ് ചെയ്തിട്ട്. ഓ ഐസ് അതിനകത്ത് വെക്കാനുള്ളത് എനക്കൊന്നിന് മെൽറ്റായി കിട്ടുമായിരിക്കും. നമുക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും നോക്കാം. സൗണ്ട് 22 സെക്കൻഡ് അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാം. ലിവർ നമുക്ക് ഇതാണ് ലിവർ ഗൈസ്. നമ്മൾ ഈ ലിവർ പെട്ടിക്കകത്ത് വെച്ചിട്ട് വേണം നമ്മൾ കേജി കയറാൻ. ഞാൻ ആ പച്ച ബോക്സിലാണ് വെക്കാൻ പോയെ. ഭാഗ്യം ക്ലോസ് ജസ്റ്റ് മിസ് ഗൈസ്. വന്നു അയാൾ ഇറങ്ങുന്നതിന് തൊട്ടുമ്പോൾ ഒരു മ്യൂസിക് ഇല്ലേ, ഭയങ്കര ഒരു ചെറിയ ടെറിഫൈങ് ഫീൽ കിട്ടുന്നില്ലേ. ചാപ്റ്റർ 3ൻ്റെ വീഡിയോ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് എസ്കേപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിടാം. മൈൻക്രാഫ്റ്റ് ഗെയിമിൻ്റെ ഒരു വീഡിയോ ഉടനെ വരും, അതും ഞാൻ ഒരു സീരീസ് പോലെ കണ്ടിന്യൂ ചെയ്യും. മൈൻക്രാഫ്റ്റ് ആണ് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഗെയിമിലൊന്നാണ്. മൈൻക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അയാൾ പോയി നമ്മൾ ഈ ഡോറ് രണ്ടും അടക്കാൻ പാടില്ല, കാരണം അയാൾ തുറന്നു വെച്ചിട്ട് നമ്മളെങ്ങാനും അടച്ചാൽ നമ്മളതിൻ്റെ തീരുമാനമാവും. സേഫ് ഗൈസ്. രണ്ടാമത്തെ എസ്കേപ്പ് ഈ ലോക്കർ തുറന്ന് അതിനകത്ത് എന്തെങ്കിലും എന്തോ ഒരു സാധനം കിട്ടും, അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ എസ്കേപ്പ് വരിക. ഫസ്റ്റത്തെ എസ്കേപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. പുറത്തെ സൈഡ് നീങ്ങിപ്പോയാ കത്രിക വെച്ച് നമ്മൾ എന്താക്കണ്ടേ. ഈ ഡോറിങ്ങൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ മറ്റേ അലൻ്റെ ഇത് കളിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് മറ്റേ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ ആ സാധനമാണ്. കീ വെച്ചാൽ തുറന്ന് ഒന്നുമില്ല, ഇതിനകത്തൊന്നുമില്ല. ബേസിക്കലി ഇപ്പം നമുക്കൊന്നും ഇല്ല, കിട്ടുന്നില്ല ഇതിൽ നിന്ന്. നമ്മളെങ്ങനെ എസ്കേപ്പ് ആവുന്നൊരു പിടിയില്ല. കത്രിക അതിനകത്തൊരു ബക്കറ്റ് കിട്ടണ്ടേ, പക്ഷെ ആ ബക്കറ്റ് കിട്ടിയില്ല. എന്നാലേ നമുക്ക് ഗ്യാസ് ഓഫ് ആകാൻ കഴിയും. അങ്ങനെ ഒന്നുണ്ട്. കിട്ടി. ബക്കറ്റ് ഇങ്ങനെയും കിട്ടുമായിരുന്നു അല്ലേ. ഫ്രണ്ട് പറഞ്ഞ അതിന് ഒരു ലോക്കർ എന്ന ബക്കറ്റ് കിട്ടുമെന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞ ബക്കറ്റിൻ്റെ കാര്യം. അപ്പം ലോക്കറിന് ബക്കറ്റ് കിട്ടിയില്ല, പക്ഷെ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടി. ബക്കറ്റിൽ വെള്ളം നിറക്കണം, അതെങ്ങനെയായിരുന്നു മറന്നുപോയി. ഈ റൂമിലില്ലേ, ഈ റൂമിൽ വരെ വാഷ് ബേസിൻ എങ്ങനെയാ തൊടുക കൊണ്ട് കഴിച്ച് നിറഞ്ഞു വരും. ഞാൻ വെച്ചാൽ അതവിടെ വെക്കണം. ലൈറ്റൊന്നും ഓഫാക്കാം. വന്നിട്ട് ഓഫാക്കാം അല്ലേ. ഇതൊക്കെ വെള്ളം നിറയുന്നില്ലല്ലോ. നിറഞ്ഞു. MT ഓയിൽ ഇറക്കാൻ. നമുക്ക് ഓയിൽ ഇറക്കണം.
എന്നിട്ട് അയാളുടെ റൂമിൽ ഒരു ഓയിലിൻ്റെ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഫയർ ക്യാൻ വിത്ത് ഓയിൽ. ഓയിൽ നിറഞ്ഞ് പൈപ്പ് ഇപ്പം സ്റ്റീമിൽ നിന്നാണ് ഗൈസ്. കാണുന്നു അവിടെ ഒരു പേപ്പർ യൂസ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഗൈസ് ആ ലോക്കറിനകത്ത് നമുക്കൊരു കീ കാർഡാണ് കിട്ടും. ആ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ എസ്കേപ്പ്, രണ്ടാമത്തെ എസ്കേപ്പിൽ. പക്ഷെ അതിനകത്ത് അയാളെ പൂട്ടിയിടൊക്കെ വേണം. ഇച്ചിരിച്ച് പറയാം 4 വോൾട്ട്, നോ പവറില്ല, ഫ്യൂസ് വേണം. അവിടെ ഒരു മെഡിസിൻ കാണുന്നുണ്ട്, എന്തിനാണോ എന്തോ മരുന്ന് തന്നെ ആയിരിക്കൂലേ. ബോക്സ് എന്നിട്ടൊരു സാധനം നമുക്ക് കിട്ടി. അയാൾ വരും, വൃത്തിയായിട്ട് ഏർപ്പാട് അയാൾ വരുന്ന. അത് ലൈറ്റ് ഓഫ് ആക്കിയില്ല. ലൈറ്റ് ഓഫ്. അയാളിപ്പോൾ വരും കൈ നടത്തും. ഒരു സൈക്കോ എന്നെല്ലാം പറഞ്ഞ് ഇയാള് ഒരാളെയാണോ തട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. Someone was here. നോട്ടീസ് ചെയ്യാണ്ട് കയറി പോടാ വേഗം. My mind's playing tricks on me. അയാൾ പോയി. അപ്പം നമുക്കിനി പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പില്ലർ ഇതെന്തിനാണോ? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്തൊരു ആണിയുണ്ട്. അതായിരിക്കൂലേ, ശനി സ്ക്രൂ ഡ്രൈവർ ആയിരിക്കൂലേ, അല്ല അത് ആണിയാണ്. അപ്പം നമുക്കിത് വെച്ചിട്ട് തന്നെ പറ്റുമായിരിക്കും. പറ്റും. ഫ്യൂസ് ഗൈസ്, എല്ലാവർക്കും ഇത് കളിക്കുമ്പോൾ ഇതേപോലെ സെയിം തന്നെ ആയിരിക്കണം എന്നില്ല. ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെ സ്ഥലത്തേക്കെല്ലാം മാറും. അപ്പം അങ്ങനെ ഉണ്ട് ഇതിനകത്ത്. അപ്പം നമുക്ക് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. നമ്മൾ എത്ര വട്ടം കളിച്ചാലും വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരു മടുപ്പ് വരാണ്ട് കളിച്ചു പോവാം. ഇനി ഞാൻ എന്താ ചെയ്യുന്നുണ്ട്, ഫ്യൂസ് ഇതിനകത്ത് പിടിപ്പിച്ചു. ഫ്യൂസിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഒരെണ്ണം വ്യത്യാസം. ഇനി അത് അടിച്ചു പോയതാണോ എവിടെയെങ്കിലും നോക്കാം നമുക്ക്. ഇത് 24 വോൾട്ട് റിക്വേർഡ്. ഇതിനകത്തെല്ലാം പണിയണം. നമുക്ക് പരക്കൊരു പാറ്റേൺ പോലെ ഞെക്കി കളിക്കുക. എന്തെങ്കിലും നടന്ന് നമുക്ക് ലക്കുണ്ടെങ്കിൽ കിട്ടിയാൽ ഊട്ടിയില്ലേ ചട്ടി എന്ന് പറഞ്ഞ പോലെ പരവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം. എന്തെങ്കിലും ഇതുമല്ല സംഭവം തിരിഞ്ഞില്ല എന്ന സംഭവം. നമുക്കൊരു വെറുതെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇതുമല്ല ഇതാണോ? തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സെയിം ആയിരിക്കും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കളിക്കുമ്പോൾ. മറ്റേ പാസ്വേഡ് മാറുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. ആ ഡോറിനകത്തില്ലേ മാറുമായിരിക്കും. അല്ലേ നമ്മളൊരിക്കൽ യൂസ് ചെയ്തല്ലേ അല്ലേ, മാറില്ലായിരിക്കും. ഇല്ല, മാറിയിട്ടില്ല. അപ്പം അയാൾ നമ്മുടെ അടുത്തേക്ക് വരാണ്ട് ഡയറക്റ്റ് പോവാം. അപ്പം എനിക്ക് തോന്നുന്നു മറ്റേ അലനാട് 4 പേരിൽ പിടിച്ച് എസ്കേപ്പ് ആയിട്ടുണ്ടാവും. അപ്പം ഓൻ്റെ അടുത്തേക്ക് വന്നിരിക്കും. അപ്പം നമുക്ക് വേഗം പോവാം. അവിടെ ഒരു വഴി തന്നെ എസ്കേപ്പ് ഉണ്ടാവും. നോക്കാം. നമ്മൾ മാത്രമല്ല ഈ സൈക്കോ പിടിച്ചോണ്ടെന്ന് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും സാധനം. അപ്പം മറ്റേ തന്നെ വിളിച്ച് ഇതിലേ പോകുമ്പോൾ നമുക്ക് ഡോർ ഓർക്കുമ്പോൾ നമുക്ക് അല്ല നമ്മൾ അലനെ ഇത് വഴിയല്ലേ, നമ്മളിത് വഴിയല്ലേ എസ്കേപ്പ് ആണ്. അയാൾ വരുമ്പോൾ മറ്റേ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞത് അലർന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അലനകത്ത്, അതുപോലെ നമ്മളെ രക്ഷിക്കുമോ എന്തോ നോക്കാം. നമ്മളെ എന്താ പറയുക, നമ്മളെ മിക്കവാറും തട്ടും. എന്നാൽ
പെട്ടെന്ന് എങ്ങനെയല്ല I എസ്കേപ്പ് need ആവാൻ to നോക്കണം. roll out of here for the sewer before he's back. വെള്ളത്തിൻ്റെ ഒച്ചയായിരുന്നില്ലേ? തോന്നിയതാണോ? ഇല്ലേ? Anybody! Help! Wait, I'll open it. ഒരാൾ വരുന്നുണ്ട്. എനിക്കൊന്ന് ആലനാവും. Come on, hurry up. ഇതാണ് സാലൻ. I thought I'd never get out. ഗൈസ് അപ്പോൾ ഈ ഗെയിമിലെ അലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിരിക്കും ഇയാൾ. കാണാൻ കുഴപ്പമില്ല, രസമൊന്നും ഉണ്ടാവില്ല. നമ്മളെ കാണാൻ കഴിയുമോ എന്തോ നമുക്ക്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലിടുക. ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. ഇനി രണ്ടാമത്തെ എസ്കേപ്പ് ആണെങ്കിൽ അതും കമൻറ്റിൽ പറയുക. അല്ലെങ്കിൽ ഡയറക്റ്റ് ചാപ്റ്റർ 3ലേക്ക് പോകണമെങ്കിൽ അത്. അപ്പം നമുക്ക് ഇനി ചാപ്റ്റർ 2 ഇടാം. ഗൈസ് അപ്പോൾ ശബ്ദത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ശബ്ദം ഇങ്ങനെ